ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഇയർബഡ്സിൻ്റെ റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ചീപ്പ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു ഇയർബഡ്സ് നോക്കുന്നുണ്ടോ, അതും 1000 രൂപയ്ക്ക് താഴെയായിട്ട്? എന്നാൽ ബോൾട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു TWS ആണ് ബോൾട്ട് ഓഡിയോ സെറ്റ് 16 എന്ന് പറയുന്നത്. ബോൾട്ട് ഓഡിയോ സെറ്റ് 60യുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാക്കിംഗ് അല്ലെങ്കിൽ ബോക്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമ്മുടെ ബോൾട്ട് സെഗ്മെന്റിൽ വരുന്ന TWSന് ഉള്ള അതേ ഒരു പാക്കിംഗ് ആണ് ഇവർ ഈ ഒരു സെറ്റ് 16 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ബോക്സ് ഓപ്പൺ ആക്കുന്ന ടൈമിൽ കുറച്ച് ഡോക്യുമെന്റ്സ്, ടൈപ്പ് സിയുടെ ഒരു ചാർജിങ് USB കേബിൾ കിട്ടുന്നുണ്ട്. എക്സ്ട്രാ കുറച്ച് ഇയർ ടിപ്സും TWSന്റെ കേസും ഇതിൽ കിട്ടുന്നുണ്ട്. ഇനി ചാർജിങ് കേസിനെ കുറിച്ച് പറയുന്ന ടൈമിൽ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ചാർജിങ് കേസ് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. ഇനി ഈ ഒരു കേസ് ലൈറ്റ് വെയിറ്റോട് കൂടിയിട്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും ക്യാരി ചെയ്യാനും ഒക്കെ ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസൈൻ്റെയും ബിൽഡിംഗ് ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ ബിൽഡ് ക്വാളിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സൈഡിലായിട്ട് തന്നെ ബോൾട്ടിന്റെ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നമ്മുടെ ചാർജിങ് LED ഇൻഡിക്കേറ്ററും ഇതിന് താഴെയായിട്ട് ടൈപ്പ് സിയുടെ ഒരു ചാർജിങ് പോർട്ടും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇയർ ബഡ്സിലേക്ക് വരുന്ന സമയത്ത് ലൈറ്റ് വെയിറ്റോട് കൂടിയിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇയർ ടോപ്പ് സൈഡിലായിട്ട് ടച്ച് കൺട്രോളും താഴെ സൈഡിലായിട്ട് ഇതിൻ്റെ LED ഇൻഡിക്കേറ്റേഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 13mm ഡൈനാമിക് മൈക്കോട് കൂടിയിട്ട് 4 കോഡ് മൈക്കയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇവർക്ക് തരാൻ പറ്റുന്നുണ്ട്. നോയിസ് ക്യാൻസലേഷന്റെ കാര്യമാണെങ്കിൽ ENC ടെക്നോളജി ഇതിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ഇതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ എന്തായാലും നമുക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ബോൾട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 30mm ബാസ് ഡ്രൈവോട് കൂടിയിട്ടുള്ള മൈക്ക് ആയതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഇവർ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ച വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ബാസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇയർ ബഡ്സ് ആയിരിക്കും നമ്മുടെ ബോൾട്ട് സെറ്റ് 16 എന്ന് പറയുന്നത്. ഗെയിമിംഗ് മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 15ms ലോ ലേറ്റൻസി മോഡും ഇതിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഇവർ തരുന്നുണ്ട്. എന്നാലും ചെറിയൊരു ഡിലേ ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗെയിം കളിക്കുന്ന സമയത്ത്. എന്നാൽ വീഡിയോ മൂവീസൊക്കെ കാണുന്ന സമയത്ത് ആ ഡിലേ നമുക്ക് വല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യുന്നില്ല. ഇയർ ബഡ്സും ചാർജിങ് കേസും ടോട്ടലായിട്ട് 16 അവർ പ്ലേ ബാക്ക് ടൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സിംഗിളായിട്ട് ഇയർ ബഡ്സ് നോക്കുന്ന സമയത്ത് 5 to 8 hours വരെ പ്ലേ ബാക്ക് ടൈം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ SBC AAC കോഡ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ. 999 രൂപയ്ക്ക് ഈ ഒരു ഇയർബഡ്സ് വർത്ത് ബൈങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ബാസ് സൗണ്ട്, ബാറ്ററി ബാക്കപ്പ്, നോർമൽ ആയിട്ടുള്ള കോളിംഗ് ഒക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു TWS ആണ് നമ്മുടെ സെറ്റ് 16 എന്ന് പറയുന്നത്. ഇനി ഒരു ഗെയിമിങ്ങിന് മാത്രമായിട്ടാണ് നിങ്ങളൊരു ഇയർബഡ്സ് നോക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നിരാശ തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഇയർബഡ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.